إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوة لا يستجاب لها കാവൽ ചോദിക്കാൻ പറഞ്ഞതാണ്. റബ്ബേ, ഉപകാരമില്ലാത്ത ഇൽമ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഉപകാരമില്ലാത്ത ഒരു ഇൽമ് ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. അതിനെ തൊട്ട് മുത്തുനബി കാവൽ ചോദിക്കുകയാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നത് വമിൻ നഫ്സിൻ ലാ തശ്ബഅ. തീരാത്ത ആഗ്രഹം, എപ്പോഴും ആഗ്രഹം മാത്രമാണ്, ദുനിയാവിന്റെ മോഹമാണ്, നിറയാത്ത വയറ്, അവന്റെ കൊതി തീരുന്നില്ല. ആയുസ് എത്രയാ മനുഷ്യൻ്റെത്? വളരെ ചുരുങ്ങിയ കാലമേ അവന്റെ കണക്കാക്കപ്പെട്ടതുള്ളൂ. അവനതറിയുന്നില്ലല്ലോ. അവന്റെ അമലെത്രയാണ് മുത്തുനബി വരച്ച് ഗ്രാഫായി കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്വഹാബത്തിന്. മനുഷ്യ, നിന്റെ ആയുസ് ഇത്രമേൽ ചെറുതാണ്, നിന്റെ ആഗ്രഹമോ കുന്നോളമാണ്. നീ ശ്രദ്ധിക്കണേ. നീ ദുനിയാവിന്റെ പിന്നാലെ പോയി എത്ര കിട്ടിയാലും മതിയാകാത്തവനായി മാറല്ലേ എന്ന ഒരു മെസ്സേജാണ്. റബ്ബേ, ഞങ്ങളെ ദുനിയാവിന്റെ പിന്നാലെ ഓടിച്ച് ആഖിറം നഷ്ടപ്പെട്ടു പോകുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ഉത്തരം കിട്ടാത്ത ദുആ ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. എപ്പനിലേക്ക് കൈമലർത്തിയാലും ഇജാബത്ത് കിട്ടുന്ന ഒരാളുകളിൽ, ഈ ഖബൂലിയത്തുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അതിനായി ഇത്തരം മജ്‌ലിസുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നതും സംഗമിക്കുന്നതും ഇത് ഇൽമിന്റെ അഭിലാഷ സംഗമിക്കുന്നതാണ്. ബദരീകളെ പറയുന്നതാണ്, സ്വാലിഹീങ്ങളെ തിങ്ങി നിറയുന്നതാണ്, സാദാതീങ്ങളെ നേതൃത്വം നൽകുന്നതാണ്, ഇജാബത്തേറെ പ്രതീക്ഷയുള്ളതാണ്. അല്ലാഹുവിങ്കലേക്ക് എങ്ങനെയൊക്കെയാണോ തേടേണ്ടത് അതെല്ലാം സംഗമിച്ചിട്ടുള്ള പ്രാർത്ഥനയുടെ സദസ്സാണ്. ഈ സ്വീകരിക്കണേ അല്ലാഹ്. പൂർത്തിയാക്കി ഞാൻ എൻ്റെ വാക്ക് ചൊല്ലുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉപകാരമില്ലാത്ത അറിവ് ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. എപ്പോഴും ദുആ ചെയ്യണേ അല്ലാഹ്. ഇങ്ങനെ വിനയമുള്ളവരായി തീർന്നാലേ നമ്മുടെ ഇൽമു കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ഇബ്ലീസുൽ ലഈൻ എങ്ങനെയാ പിഴച്ചത്? അവൻ അറിവ് വളർന്നവനല്ലല്ലോ, അവൻ അറിവ് വളർന്നവനല്ലല്ലോ, വലിയ പണ്ഡിതനല്ലേ. പക്ഷേ അവന്റെ അഹങ്കാരമല്ലേ പുറത്തെത്തിച്ചത്, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായത്. ഞാൻ പടക്കപ്പെട്ടത് തീ കൊണ്ടാണ്. ആദമിനെ പടച്ചത് മണ്ണ് കൊണ്ടാ. മണ്ണിന് അതേ തീന്റെ അത്ര ക്വാളിറ്റി ഇല്ല, പവറില്ല. അതുകൊണ്ട് ഞാൻ ആ പവറുള്ള ആള്. ഈ പവർഫുള്ളായ ഞാനെന്തിന് മണ്ണ് കൊണ്ട് പടച്ച ആദമിനെ സുജൂദ് ചെയ്യണമെന്നുള്ള ന്യായീകരണം അവനാ വിജ്ഞാനം കൊണ്ട് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതിനെങ്ങനെയോ അവന് കുരുട്ട് വഴിയുള്ള മറുചോദ്യം ഉണ്ടാക്കാനാ ശ്രമിച്ചത്. അവൻക്ക് അറിവുണ്ട് ഈ മണ്ണിനേക്കാൾ വിലയും തീനാണ്, നൂറിനാണെന്ന്. പക്ഷേ അല്ലാഹു പറഞ്ഞതാണ്, എന്റെ ഞാൻ അനുസരണയുള്ളവനായി തീരുകയാണ് വേണ്ടത് എന്നുള്ള വിവേകവും നല്ല ഒരു ബുദ്ധിയും അവന്റെ അഹങ്കാരത്തിന്റെ മുമ്പിൽ അസ്തമിച്ചു പോയി. അതവ് കേട് വന്നുപോയി. അറിവുകൊണ്ട് നേടാൻ കഴിഞ്ഞില്ല. ലോകാവസാനം വരെ വരുന്ന മനുഷ്യൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് റബ്ബേ എന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ് എന്ന് കാവൽ ചോദിക്കുന്ന വിധത്തിൽ അവനെ ഏറ്റവും നിന്ദനായി, വലിയ വിവരം കെട്ടവനായി, ഏറ്റവും മതപ്പതിച്ചവനായി അമ്മ മാറ്റിക്കളഞ്ഞത് വിവരമുണ്ടായത് കൊണ്ട്, ഇൽമുണ്ടായിട്ട് ആ
വൈറ്റമിൻ ധാരാളം അടങ്ങിയതാണ്. കാണാനും നല്ല വെള്ള നിറത്തിലുള്ളതാണ്. ശുഭ്രവസ്ത്രധാരികളായ എന്നോടും പ്രിയപ്പെട്ട കൂട്ടുകാരോടും നമ്മൾ നന്നായ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അല്ലാഹുവിനെ ഏറ്റവും പേടിക്കുന്നത്, ഭയക്കുന്നത്, ഒളിഞ്ഞു വീഴുന്നത് റബ്ബിനെ അറിഞ്ഞവരാ ഉലമാ. അല്ലാഹുവിനെ മാത്രം കൊള്ളടോ, മറ്റുള്ളതെല്ലാം നീ തള്ളടോ. അല്ലാഹുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നും ഇല്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിലേക്ക് ഏറെ ഭയപ്പാടോടുകൂടെ കൈകെട്ടി നിസ്കരിക്കുന്നത്, ഏറ്റവും കലങ്ങിയ കണ്ണുമായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത്, രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ പേടിക്കുന്നത്, റബ്ബിനെ അറിഞ്ഞവരാ, ശരിക്കും മനസ്സിലാക്കിയവരാ. ചെറിയ കുഞ്ഞു പൈതലിന് തീക്കട്ടയുടെ ചൂടറിയില്ല, അതിന് എന്താ തീന്റെ അപകടം എന്നറിയില്ല. ആ കുഞ്ഞ് തീനാളത്തിലേക്ക് കൈനീട്ടിയേക്കാം, അത് പിടിച്ച് വലിച്ചേക്കാം. ആ കുഞ്ഞിനെ തീനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. അറിവില്ലാത്തവന് പേടിക്കൂല, അറിവില്ലാത്തത് കൊണ്ടാ ഭയമില്ലാത്തത്. ഔലിയാക്കളല്ലേ അല്ലാഹുവിനെ സ്നേഹിച്ചത്, റബ്ബിനെ ലയിച്ചത്, അവൻ മുറിഞ്ഞു വീണത് റബ്ബിനെ അറിഞ്ഞത് കൊണ്ടാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ طلقوا الدنيا وخافوا الفتنا. അവരാ ഏറ്റവും ബുദ്ധിമാന്മാർ, അവരാ ബുദ്ധി കൊണ്ട് കളിച്ചത്, അവരാ വിജയിച്ചത്, അവര് റബ്ബിനെ അറിഞ്ഞുപോയി. ഇതൊന്നുകൊണ്ടും നേടിയെടുക്കാൻ പറ്റിയ ചരക്കല്ല എന്നവർ മനസ്സിലാക്കി പോയി. ആഖിറം നേടണോ, ഈ ദുനിയാവിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആഖിറത്തിന് മുൻതൂക്കം കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി പണിയെടുക്കേണ്ടി വരും, അതിനുവേണ്ടി നടക്കേണ്ടി വരും, അതിനുവേണ്ടി ഇൽമ പഠിക്കേണ്ടി വരും, അതിനുവേണ്ടി അധ്വാനിക്കേണ്ടി വരും, അതിനുവേണ്ടി ശുഹദായുടെ കൂടെ നിൽക്കേണ്ടി വരും, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടി വരും, സ്വതന്ത്ര നൽകേണ്ടി വരും. റബ്ബിന്റെ പൊരുത്തം മാത്രം കാക്ഷിക്കാൻ, ആഖിറമൊന്നും മുൻപിൽ കിട്ടാൻ ഈ ലക്ഷ്യത്തിലല്ലാതെ അവർ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ അവർ വിജയിച്ചു പോയി. പറഞ്ഞില്ലേ, ഞാൻ എന്റെ ഭാര്യയുമായി ശയ്യയിൽ ഏർപ്പെടുന്നത് പോലും വലിമഹബ്ബത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ് ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. ജീവിതത്തിൽ അല്ലാഹു വെച്ച ഒരു സുഖം, അല്ലാഹു തന്ന ഒരു സംവിധാനം, ലൈംഗിക സുഖങ്ങൾ വരെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന്, നബിയുടെ ഇഷ്ടത്തിന്, അവിടുത്തെ ചര്യവിൻ പറ്റിയിട്ട് ഈ ഒരു ബോധത്തിലല്ലാതെ ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കൽ പോലും അടുക്കാറില്ലെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാന്മാരുടെ ജീവിതം എങ്ങനെയാണ്? ഏറ്റവും വലിയ ഔലിയാക്കൾ അവരാണെന്ന് പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ഔലിയാക്കൾ സ്വഹാബത്താണെന്ന് പറഞ്ഞല്ലോ. അവര് ഇഷ്ടം വെച്ചു പോയി, അവര് പേടിച്ചു പോയി, അവരെ ഇൽമ കൊണ്ട് വിജയിച്ചു പോയി. ഇൽമ കൊണ്ട് നശിച്ചവനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇവരെ ഇൽമ കൊണ്ട് വിജയിച്ചവരാണ്. അല്ലാഹു അഹഖു അൻ തഖ്ശാ, ഏറ്റവും ഭയപ്പെടാൻ അഹഖായിട്ടുള്ളവൻ അല്ലാഹു ആണല്ലോ, ഇഷ്ടം വെക്കാൻ അല്ലാഹു ആണല്ലോ. ഏറ്റവും ഭയപ്പെടാനും ഇഷ്ടം വെക്കാനും അഹഖായവൻ അല്ലാഹു അല്ലാതെ വേറെ
പറഞ്ഞു കൊടുക്കൂ നബിയേ. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഖൽബിൽ റബ്ബിനോട് പിരിശമുണ്ടെങ്കിൽ ഫത്തബിഉനി, എന്നെ ഇഷ്ടം വെക്കാൻ പറയൂ നബിയേ. എന്നെ പിൻപറ്റിയാൽ, എന്നെ ഇഷ്ടം വെച്ചാൽ ഞാൻ അവരെ ഇഷ്ടം വെക്കും, അല്ലാഹു അവരെ ഇഷ്ടം വെക്കുമെന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കൂ. പരിശുദ്ധമായ ഖുർആനാ പഠിപ്പിച്ചത്. ഈ വഴിയിലാണ് അവർ കടന്നത്, ഇതിനാ ഔലിയാ കടന്നത്, ഇതിനാ ശുഹദാക്കൾ ഇറങ്ങി തിരിച്ചത്.